മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരുപാട് നാടകങ്ങൾ. പാകിസ്ഥാൻ ഇനി എങ്ങാനും T20 ലോകകപ്പ് കളിച്ചില്ലെങ്കിൽ ഉഗാണ്ടനെ കൊണ്ടുവരും എന്ന തരത്തിലുള്ള ചർച്ചകൾ. അവസാനം ഈ ഐസ്ലാൻഡ് ക്രിക്കറ്റ് ബോർഡും ഉഗാണ്ടയൊക്കെ ഒരുപാട് ട്രോളുകൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലോകകപ്പ് കളിക്കും, ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കില്ല എന്നുള്ള ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാതിരിക്കായിരുന്നു നല്ലത്. മാത്രമല്ല ഒരു ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം, ഉഗാണ്ട ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നല്ലൊരു പോരാട്ട വീര് ഇന്ത്യക്കെതിരെ കാഴ്ചവെക്കുമായിരുന്നു എന്നുള്ളൊരു തരത്തിലുള്ള ട്രോളുകളൊക്കെ പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ് പാക് ക്രിക്കറ്റിന്റെ ഈ ഒരു മത്സരത്തിന് ശേഷം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ ആദ്യം തന്നെ പറഞ്ഞാണ്. പാകിസ്ഥാൻ കളിക്കാതിരിക്കുന്നവർക്ക് അല്ലത്. കാരണം കളിച്ച് ഇപ്പം നമ്മൾ ഏഷ്യ കപ്പിലും അതിന് മുമ്പത്തെ എല്ലാ പരമ്പരയും ഏത് ഫോർമാറ്റിലൊക്കെ പറയുകയാണ്, ഏഷ്യ കപ്പ് തന്നെ 3 വർഷം തോറ്റു. ഇനിയൊരു തോൽവിയും കൂടെ പാകിസ്ഥാന് സഹിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ടാണ് നിങ്ങൾ കളിക്കാൻ പോകണ്ടെന്ന് ഓടും ഗവൺമെന്റ് ആണല്ലോ പറഞ്ഞത് നിങ്ങൾ കളിക്കാൻ പോകണ്ടാന്ന്. മറ്റു തലങ്ങളിലേക്ക് നാണക്കേടെത്തേണ്ട വെച്ചിട്ടേക്ക് പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ഇവർ കളിക്കാൻ പോയി എന്തുണ്ടാവുന്നത്. താരങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടുണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുണ്ട്. പക്ഷേ സർക്കാരിനും ബോർഡിനും ഏകദേശം ധാരണ ഉണ്ടായിരുന്നു വീണ്ടും നടക്കാൻ വേണ്ടി പോവാണെന്ന്. അതുകൊണ്ടാണ് ബഹിഷ്കരണം എന്ന് പറഞ്ഞത്. ലോകകപ്പ് വിട്ടുപോയെങ്കിൽ പിന്നെ ഈ പ്രശ്നമേ ഇല്ല. പുറത്ത് നമുക്ക് വീണ്ടും പറയാം ഇന്ത്യ കപ്പടിച്ചാലും നമ്മളില്ലാത്തതുകൊണ്ട് പറയാം. ഇനി ഇന്ത്യയോട് കളിച്ചില്ലെങ്കിൽ ഇന്ത്യ അങ്ങ് എത്തിയാലും പറയാം നമ്മളാണ്. പക്ഷേ കളിക്കേണ്ടി വന്നു 61 റൺസിന്റെ തോൽവി. അത് 100 കടക്കുമെന്ന് സംശയമായിരുന്നു. ബാക്കിത്തെ 100 കടത്തി. ഷഹീൻ ഷാഫ്രിദിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബാലചത്ത് നടത്തിയ 100 കടത്തി. ഇല്ലെങ്കിൽ എന്തുമല്ലേ നാണക്കേടിലേക്കായിരിക്കും പാകിസ്ഥാൻ പോയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ. പാകിസ്ഥാന് നിലവിലെ അവസ്ഥയിൽ പാകിസ്ഥാൻ ഇനിയിപ്പം ഇന്ത്യ മുഖാമുഖം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വന്നാൽ തന്നെ. അല്ലെങ്കിൽ അടുത്തൊരു പരമ്പരയിലേക്ക് വരുമ്പോൾ ഒരു മേജർ ലീഗ് ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ലോകകപ്പിലേക്കോ അല്ലെങ്കിൽ വരുമ്പോൾ അത് എന്തെങ്കിലും ഒരു വിഷയം പിടിച്ചിട്ട് ഇപ്പോഴത്തെ വിഷയം നോക്കിയാൽ ബംഗ്ലാദേശിന്റെ വിഷയം പിടിച്ചിട്ടാണല്ലോ ഇവർ കളിക്കൂല പറഞ്ഞത്. അതായത് അയൽക്കാരോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു സഹോദര രാജ്യത്തിലുള്ള സ്നേഹം കൊണ്ട് കളിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോട്ടെ, ഇനിയിപ്പം ന്യൂസിലാൻഡിൽ ഓസ്ട്രേലിയ എന്തെങ്കിലും നടക്കട്ടെ, ഇനിയിപ്പോൾ കളിക്കാൻ പോകുന്ന പിച്ചിൽ എന്തെങ്കിലും മഴ പെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറയട്ടെ, ഒരു കൺഫ്യൂഷൻ കാലാവസ്ഥ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മഴ ആശങ്കയിലൂടെ നമ്മൾ ഇന്ത്യക്കെതിരെ കളിക്കില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും കളിക്കാതിരിക്കുന്നതായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നല്ലത്. കാരണം കളിക്കാൻ വന്നാൽ ഇതെന്തായാലും തോക്കും. അതിന് കളത്തിന് പുറത്തെ ഈ പറഞ്ഞ എല്ലാം വെറുതെയും പിന്നെ ഈ പുറത്ത് പോയിട്ട് വെറുതെ വീൺ പിടിക്കാന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ നിലവിൽ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്കെതിരെ മാറി നിൽക്കുക അതിന് മാത്രമാണ്. അതിനാണ് ഇതിൽ തെളിയിച്ചത്. തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ മത്സരം തുടങ്ങിയിട്ട് പാകിസ്ഥാൻ ടോസ് എടുത്ത സമയത്ത് തന്നെ സൽമാൻ അലി ആകെ ടോസ് വിജയിച്ചതിന് ശേഷം ഈ ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുത്ത സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്യാമ്പ് ആ സമയത്ത് തന്നെ ഇന്ത്യ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ബാറ്റിംഗ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, സൽമാൻ അലി ആകെ ആവശ്യപ്പെട്ട് നിങ്ങൾ അഭിഷേകിനെ കളിപ്പിക്കൂ. അഭിഷേകിനെ വിക്കറ്റ് എടുക്കാൻ ആകെ തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളത് കാര്യം തന്നെ. ഫസ്റ്റ് ഓവർ തന്നെ ആകെ എറിയുന്നത് നമ്മൾ അത്ര പരിചിതമായിട്ട് കണ്ടൊരു സംഭവം അല്ലാതെ നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല സൽമാൻ അലി ആകെ ഫസ്റ്റ് ബോൾ ചെയ്യാൻ വരുന്നത്. മാത്രമല്ല അത് ഒരു സൂചനയായിരുന്നു. സ്പിന്നർമാരെ കൊണ്ടാണ് എറിയിപ്പിക്കാൻ പോകുന്നത്. അതെ, 18 ഓവർ സ്പിന്നർമാർ എറിഞ്ഞ് 2 ഓവർ ഷഹീൻ ഷാഫ്രീദി എറിഞ്ഞത് ആ 2 ഓവർ നന്നായി കിട്ടുകയും ചെയ്തു. അത് അങ്ങനെ ആ ഒരു മനസ്സിലാക്കി എറിഞ്ഞിട്ടുണ്ട്. അതെ. പക്ഷെ നമുക്ക് അഭിഷേകിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ട ഒരു രീതി നമ്മൾ അറിയാം. അഭിഷേക് 2 ഡെക്കായി ഇപ്പൊ ലോകകപ്പിന്റെ താരമാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അഭിഷേക് നിർണായകമായ 2 മത്സരങ്ങളിൽ ഡക്കാവുകയും, നിർണായകമല്ല 2 മത്സരങ്ങൾ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ഡക്കാവുകയും 1 മത്സരം കളിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അഭിഷേകിന്റെ ഒരു നിലവിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇതുണ്ട്, ഫസ്റ്റ് ബോൾ മുതൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്ത്രം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിക്കറ്റുകൾ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിനുള്ള റിവാർഡ് കിട്ടാറുണ്ട്. പക്ഷെ അതിന്റെ റിസ്ക് ഇപ്പൊ 2 മത്സരങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇന്നലെ അഭിഷേക് ഡക്കായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അഭിഷേക് ഡക്കായതുകൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് അവസരം കൊടുക്കണം എന്ന് അല്ല ഞാൻ പറയാം. ആ രീതിയിൽ ഇത് അഭിപ്രായങ്ങളൊക്കെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ഈ മത്സരത്തിൽ ഡക്കായതുകൊണ്ട് പണി കിട്ടിയത് സഞ്ജുവിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് നല്ല ടച്ചിലല്ല എന്ന് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അഭിഷേകിന് കൂടുതൽ മാച്ച് ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ്. പ്രത്യേകിച്ച് സൂപ്പർ 8ലേക്ക് കടക്കുന്നതിന് മുമ്പ് നെതർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഒരു മാച്ച് ടൈം, അതായത് ഒരു കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ അതിന് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അഭിഷേക് എങ്ങാനും നല്ല രീതിയിൽ ഫോം ആയിരുന്നെങ്കിൽ ഇപ്പൊ പാകിസ്ഥാൻ അതിൽ 50 ഒക്കെ നേടിയിരുന്നെങ്കിൽ ഒരു വിശ്രമം കൊടുത്തേക്കാം എന്ന് മാനേജ്മെന്റ് സഞ്ജുവിന് അവസരം കിട്ടുമായിരുന്നു. പക്ഷെ ഇത് ഡെക്കായതോട് കൂടിയിട്ട് സഞ്ജുവിന് അവിടെ കളിക്കാനുള്ള ഒരു ചാൻസും കൂടി പോയി എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു. തീർച്ചയായും ഇതിൽ ഇപ്പം പറഞ്ഞത് പിന്നെ 2 ലെഫ്റ്റ് ബാറ്റർമാർ ഇറങ്ങുന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ കുറച്ചും കൂടെ ഫീൽഡ് എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വാദങ്ങൾ വരുന്നുണ്ട്. അത് ഈ സഞ്ജുവിനെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പം ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ വരും സഞ്ജുവിന്റെ വിയർന്ന് കമന്റ് വരും. ഒരു നമ്മുടെ
ഒരു സുഹൃത്ത് എപ്പോഴും കമന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സുഹൃത്ത് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ കണ്ട സ്നേഹം മാത്രമാണ്. എന്ത് പറയാൻ ഞാൻ മറ്റു വിഷയങ്ങൾ ഇപ്പോൾ എടുത്തില്ല, ഭാഗ്യം ഇനി സഞ്ജുലാതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സഞ്ജുവിന് ഇപ്പം ഒരു അവസരം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അഭിഷേകിന്റെ ഒരു ഇത് കരിയറിന്റെ പോന്നിങ് ഗ്രോത്ത് നമുക്കറിയാം. പക്ഷെ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ സൈഫ് പറഞ്ഞതിന് ഏറ്റവും നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ സഞ്ജുവിന് ഒരു മത്സരം കളിക്കും എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം കളിച്ചായിരിക്കും, അഭിഷേകിന് ശ്രമം കൊടുക്കുമായിരിക്കുന്നു. അപ്പോൾ അഭിഷേകിന് പനി പിടിച്ചുകൊണ്ട് ഒരു ദിവസം നേരത്തെ കിട്ടി. ഇപ്പോൾ ഈ പറഞ്ഞാൽ അഭിഷേക് ടച്ചിലല്ല, ഒരു പനിയൊക്കെ കാര്യം വന്നു, അതിന് മുന്നേ ഒന്ന് ഡക്കായി, ഇപ്പം വീണ്ടും ഡക്കായി. അപ്പോൾ അടുത്ത മാസത്തിൽ തിരിച്ചു വരാൻ സൂപ്പർ എട്ടിലേക്ക് കടന്ന് നോക്കൗട്ട് റൗണ്ടിലേക്ക് എത്തുമ്പോൾ എന്തായാലും അഭിഷേകിന്റെ ബാറ്റിംഗ് കരുത്ത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവസരം ലഭിക്കുക, അതായത് കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടി അടുത്ത മാസത്തിൽ കളിപ്പിക്കും. സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വരും. നേരെ ഇപ്പം ലെഫ്റ്റ് റൈറ്റ് കോമ്പോ നിലയിൽ ഇനിയിപ്പോൾ ഇഷാന് വിശ്രമം ലഭിച്ചിട്ട് കളിപ്പിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിനും ഇല്ല, ഇഷാൻ അങ്ങനെ വിശ്രമം കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒരു തിരിച്ചു വരവിൽ മിക്സ്ഡ് ഇപ്പോൾ താളം നിലനിർത്തേണ്ടതുണ്ട്. പുറത്തിരുത്തിയിട്ട് താരത്തിന്റെ ടച്ച് കളയാനുള്ള താളത്തിന് ബാധിക്കാനൊന്നും നിൽക്കില്ല. സഞ്ജു പുറത്തിരിക്കേണ്ടി വരും. അല്ല, പ്രത്യേകിച്ച് ചെറിയ എതിരാളികളാകുമ്പോൾ ഇഷാൻ കിഷനെ സംബന്ധിച്ച് നമ്മളൊരു വെടിക്കെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരം നോക്ക്, പാകിസ്ഥാൻ അഭിഷേകിനെ പുറത്താക്കേണ്ട കാര്യം സൽമാൻ അലി ആകെ പഠിച്ചു വരികയും, പക്ഷെ മറുവശത്ത് ഇഷാൻ കിഷൻ ഇഷാൻ കിഷന്റെ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ഒരിക്കലും കഴിയായിരുന്നില്ല. നമുക്ക് ആ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഒരു വളരെ തന്ത്രപൂർവ്വം ഒരു സ്പിന്നർമാർക്ക് കൂടുതൽ ഇത് കിട്ടുന്ന ഒരു മൈതാനത്ത് സ്പിന്നർമാരെ കൂടുതലായിട്ടുള്ള ഒരു ടീമിനൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഇപ്പൊ നോക്ക്, ഉസ്മാൻ താരിഖിന്റെ ഒരു ഇത് നോക്ക്. ഉസ്മാൻ താരിഖ് വന്ന് നമ്മള് വെടിക്കെട്ടൊക്കെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഒരു വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇന്ത്യൻ ടീം കളിച്ചത്. ഇപ്പൊ 6 ഓവറിൽ 24 റൺ, ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ ഉസ്മാൻ താരിഖിന് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. അതായത് ഒരു ഇന്ത്യൻ ഇന്നിങ്സിനെ ആ രീതിയിൽ തടഞ്ഞു നിർത്തുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നന്നായിട്ട് തിലക് വർമ്മ പന്തറിഞ്ഞിട്ടുണ്ട്. അതായത് വിക്കറ്റും എക്കണോമി ഒക്കെ നോക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ആ ഒരു ബാറ്റർമാരുടെ ഒരു സാഹചര്യം വെച്ചിട്ട് അത് വലിയ സംഭവമാണെന്ന് പറയില്ല. ഈവൻ റിങ്കു സിംഗ് വരെ പന്തറിഞ്ഞില്ലേ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതെ. അപ്പൊ അങ്ങനെ ഒരു ഞാൻ ഉദ്ദേശിച്ച പാർട്ട് ടൈം ഇത് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കറിയാം തിലകിന്റെ ഭാഗത്ത് നിന്ന് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ തിലകിന്റെ ഇന്നിങ്സിന്റെ വേഗതയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന്റെ ഇന്നിങ്സിന്റെ വേഗതയും പക്ഷെ വളരെ ഇതായിട്ട് ഒരു വലിയ ഒരു എന്താ പറയാ ഒരു തകർച്ചയിലേക്ക് പോകാതെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇത് അവർ അതെ ആ ഒരു അർത്ഥത്തിൽ അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. മറുവശത്ത് ഇന്ത്യയുടെ ബോളിംഗ് പ്രകടനം നോക്കുകയാണെങ്കിൽ എല്ലാവരും വിക്കറ്റ്, പ്രധാന ബോളർമാരെല്ലാവരും 2 വിക്കറ്റ് വീഴ്ത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഈ എന്താ പറയാ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും ബുംറ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പന്ത് എറിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ അഭിഷേകിന് ആദ്യ ഓവറിൽ വീഴ്ത്തിയ പോലെ തന്നെ നമുക്ക് തിരിച്ച് തുടങ്ങുമ്പോൾ ഹാർദിക്കിന് വീഴ്ത്താൻ വേണ്ടി പറ്റി. പിന്നെ ബുംറ അതൊരു ഫസ്റ്റ് വിക്കറ്റിനെ പ്രഹരം ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അതെ, സാഹിൽ സാദ ഫർഹാൻ ഹാർദിക് വീഴ്ത്തുന്നത്. അപ്പൊ അത് നോക്ക് 4 പന്തിൽ 0. ഇപ്പൊ 2 മത്സരങ്ങൾ മുമ്പ് കളിച്ച 2 മത്സരങ്ങളിൽ നല്ല ഫോമിൽ എത്തിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് സാഹിൽ സാദ ഫർഹാൻ. ബാറ്റിംഗിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആണ്. ആ പ്ലെയർക്കെതിരെ നല്ല രീതിയിൽ ഇപ്പൊ അഭിഷേകിനെ അവര് ശ്രദ്ധിച്ചെങ്കിൽ നമ്മുടെ പണി നമ്മൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല അഭിഷേക് മാത്രമല്ല ഒരു ഇന്നത്തെ ഒരു ഇന്ത്യൻ ടീമിൽ ഇഷാൻ കിഷൻ ഉണ്ട്, തിലക് വർമ്മ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, ഒരു പിടി താരങ്ങളുണ്ട്, റിങ്കു സിംഗ് ഉണ്ട്. അങ്ങനെ ബാറ്റിങ്ങിന് ഒരു തരത്തിലും ബാധിക്കുന്ന തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടമായി എന്നത് ഒരു തരത്തിൽ ഇന്ത്യൻ ടീമിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതിനെ എടുത്ത് പറയുന്നത്. പക്ഷെ മറുവശത്ത് പാകിസ്ഥാന്റെ സ്ഥിതി അങ്ങനെയല്ല. വളരെ വേഗം തകർന്നടിയുന്ന ഒരു നമുക്കറിയാം ബാബർ അസമും മധ്യനിരയൊക്കെ ഒന്നും ചെയ്യാനില്ലാത്ത മധ്യനിര എന്നുള്ള രീതിയിലുള്ള ഒരു ടീമാണ് പാകിസ്ഥാൻ. ഇപ്പൊ സെയ്മയൂബ് ഒരു 6 ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമാകുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഒരു വെല്ലുവിളി ആയിട്ടില്ല. ആദ്യത്തെ 4 ബാറ്റ്സ്മാർക്ക് 10 ബോൾ ഫേസ്, 2 അക്കത്തിലേക്ക് റൺസ് അല്ല ബോളിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെയായിരുന്നുള്ള ബാറ്റിംഗ് വന്ന് അതായത് ഒരിക്കൽ പോലും ഒരു വിജയത്തിലേക്ക് എത്തി നോക്കാൻ പോലും ഒരു അവസരം കൊടുത്തിട്ടില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പറഞ്ഞ പോലെ 4 പന്തിൽ 0 ആദ്യത്തെ വിക്കറ്റ് വീണപ്പോൾ തന്നെ കളി ഇന്ത്യ ഒരു തിരിച്ചു പിടിക്കുന്നതായി 125 പൊരുതാവുന്ന സ്കോറാണ് നമുക്ക്. സ്കോറാണ്. അതിന് കൃത്യമായ ഇടവേളയിൽ വിക്കറ്റുകൾ വീഴ്ത്തി നമുക്ക് എറിഞ്ഞ് പിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി ചെയ്യാൻ വേണ്ടി പറ്റി. പാകിസ്ഥാൻ ഒരിക്കലും ഹോപ്പ് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ പറയുമ്പോൾ ഒരു മത്സരം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യ പാക് മത്സരം മാത്രമായിട്ടുള്ള ഒരു പ്രധാന ടീമും പാകിസ്ഥാനായിരുന്നു, ബാക്കിയെല്ലാം കുഞ്ഞു ടീമുകളാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊന്നും ഇപ്പം നമ്മൾ ഏഷ്യ കപ്പ് പറഞ്ഞാൽ തന്നെ മറ്റുള്ള ടീമിനോട് കളിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ പാകിസ്ഥാനോട് ജയിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് ഇന്ത്യയുടെ കേസ് മാത്രമല്ല എങ്കിൽ കൂടി ഇന്ത്യക്ക് അത്രയും ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ബാക്കിയുള്ള ടീമുകൾ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നത് പാകിസ്ഥാൻ അതിനോട് പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിൽ.
തീർച്ചയായിട്ടും നമ്മൾ ഈ പവർ പ്ലേ അതുപോലെ തന്നെ മിഡിൽ ഓവറുകൾ, ഡെത്ത് ഓവറുകളിലൊക്കെ ഉള്ള ഈ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഘട്ടത്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റൺ റേറ്റ്, അതായത് പാകിസ്ഥാനേക്കാളും നല്ല റൺ റേറ്റ് നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് ഇന്ത്യ ബാറ്റ് ചെയ്തത് പവർ പ്ലേയിൽ തന്നെയാണ്. ആ പവർ പ്ലേയിലെ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് കരുത്ത് ബാക്കിയത് ഇഷാൻ കിഷൻ എന്ന് പറയുന്ന ഒരു താരം തന്നെയാണ്. ഞാനൊരു പോസ്റ്റ് കണ്ടു, 2 വർഷത്തിന് ശേഷം ഇഷാൻ കിഷനെ ടീമിൽ എത്തിച്ച ആ ഒരു നീക്കത്തിന്, സെലക്ടർമാരുടെ ആ നീക്കത്തിന് വലിയ കയ്യടി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം ഇഷാന്റെ ഒരു കരിയറിന്റെ ഒരു ഇത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇഷാൻ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള, അപ്പൊ ഈ ലോകകപ്പിന് മുമ്പ് ഇന്ത്യ നടത്തിയ ഏറ്റവും ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ഇഷാൻ കിഷനെ പോലുള്ള ഒരു താരത്തെ ഇന്ത്യ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്ത്യക്ക് കിട്ടിയ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലക് വർമ്മയുടെ ആ ഒരു ഇഞ്ചുറി കൊണ്ട് തന്നെ ഇഷാൻ കിഷനെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരീക്ഷിക്കാൻ. പക്ഷേ ഈ ലോകകപ്പിന് ആദ്യ അവസരം ലഭിക്കാതെ പോയിരുന്നു. അതെ, തുടക്കത്തിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടേനെ. പക്ഷെ അത് ഉണ്ടായില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇനി സഞ്ജുവിന്റെ ആ ഒരു ഫോമൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ ഈ ന്യൂസിലാൻഡ് പരമ്പര നടക്കുന്ന പകുതി വെച്ചിട്ട് തന്നെ സഞ്ജുവിനെ മാറ്റിയിട്ട് ഒരുപക്ഷെ ഇഷാനെ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇഷാനെ പരീക്ഷിക്കാൻ അവിടെ കൃത്യമായ അവസരം ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. മാത്രമല്ല ഈ നമ്മൾ ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇന്ത്യ ഇപ്പോ അമിതമായിട്ട് അങ്ങനെ ഭയങ്കര സ്പിന്ന് ഇതാകുന്ന രീതിയിലൊന്നല്ല കളിച്ചത്. ഹാർദിക് ഉണ്ടായിരുന്നു, ബുംറ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ സ്പിന്നർമാരുടെ ഒരു ക്വാളിറ്റി, ഇപ്പൊ ഈ നമ്മൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഉസ്മാൻ താരിഖ് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സെയിം അയ്യൂബ് ഉസ്മാൻ താരിഖിനേക്കാളും നന്നായി പന്തെറിഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഹൈപ്പിലേക്ക് പോകാതെ ഇന്ത്യയുടെ സ്പിന്നർമാരെ എല്ലാ സ്ഥലത്തും അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ഹൈപ്പിന്റെ കാര്യമില്ല. ഓൾറെഡി നല്ല ഫോമിൽ കളിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു ഇത്, വരുൺ ചക്രവർത്തി ആണെങ്കിലും ഇപ്പോ കുൽദീപ് ആണെങ്കിലും അങ്ങനെ ഇന്ത്യൻ സ്പിന്നർമാരുടെ ഒരു കരുത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു മത്സരം തന്നെയായിരുന്നു. പിന്നെ ഈ മത്സരത്തെ ഇന്ത്യ തോൽപ്പിക്കുക മാത്രമല്ല, ഒരു പണിയും കൂടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അവരെ നെറ്റ് റൺ റേറ്റ് ആ രീതിയിൽ മൈനസ് ആയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ US ആണ് 2ാം സ്ഥാനത്ത്. US-ന്റെ എല്ലാ മത്സരം കഴിഞ്ഞിട്ടുണ്ട്. നമീബിയ ഒരു ഞെട്ടിച്ചു കഴിഞ്ഞാല് പാകിസ്ഥാന്റെ കാര്യം തീരുമാനമാവും എന്നുള്ള ഒരു അതെ. അതായത് നമീബിയയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും ലാസ്റ്റ് മത്സരത്തിൽ എന്നുള്ളത് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നെറ്റ് റൺ റേറ്റ് അത് 6 പോയിന്റ് ആകും അവർക്ക്. പക്ഷെ ഈ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിലും ഇങ്ങനെ മൈനസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു എങ്ങാനും ഒരു മത്സരം നമീബിയയുടെ ഭാഗത്തുനിന്ന് ഒരു ഞെട്ടിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഇതിൽ പരം ഒരു നാണക്കേട് ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും അടുത്ത മത്സരത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ നല്ലൊരു 3+3 ഒക്കെ ഇത് നെറ്റ് റൺ റേറ്റ് ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമീബിയയിലേക്കാളും അല്ലെങ്കിൽ US-നേക്കാളും മികച്ച വിജയം പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇനി ഇന്ത്യനെ സംബന്ധിച്ച് പോകാൻ പോകുന്ന അടുത്ത ഘട്ടങ്ങൾ ഇതിലേക്കാണ്, സൂപ്പർ 8 ഇതിലേക്കാണ്. നെതർലാൻഡിനെതിരെയുള്ള ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ആ മത്സരം ഇന്ത്യയിൽ ഇപ്പോൾ കൊളംബോയിൽ പോയിട്ട് ഇനിയിപ്പോൾ അഹമ്മദാബാദിലാണ് അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത്. ആ മത്സരത്തിലെ ഒരു പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുൽദീപ് ടീമിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കാരണം ഒരു അധിക സ്പിന്നറായിട്ട് വന്നതാണല്ലോ അർഷ്ദീപിനെ മാറ്റിയിട്ട്. അപ്പൊ ഇന്ത്യയുടെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അർഷ്ദീപിനെ കളിപ്പിക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നെതർലാൻഡിനെതിരെ ഇനി വരാനിരിക്കുന്ന ഒരു മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് അനായാസമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും. എന്തായാലും ഇന്ത്യയുടെ ഒരു എന്താ പറയുക കിരീട നേട്ടം തന്നെയാണ് ഈ T20 ലോകകപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയണം. അപ്പൊ 1983 ലോകകപ്പിൽ ഓസ്ട്രേലിയനെ സിംബാബ്വെ തോൽപ്പിച്ചു, ഇന്ത്യ കപ്പടിച്ച്. 2007 T20 ലോകകപ്പിൽ ഓസ്ട്രേലിയനെ സിംബാബ്വെ തോൽപ്പിച്ചു, ഇന്ത്യ കപ്പടിച്ച്. 2026 സിംബാബ്വെ ഓസ്ട്രേലിയനെ തോൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസമാണെന്നൊക്കെ പറയും. പക്ഷെ അത് ചില എന്താ പറയാ നിമിത്തങ്ങളാണ്. അതെ. അല്ല, അങ്ങനെയല്ല. നമ്മൾ ചില ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഏത് സ്പോർട്സിലാണെങ്കിലും ചില ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ കൂടിയാണ്. അപ്പൊ ഞാന് ഇപ്പൊ സേവാഗാണ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമ്മൾ കപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതെ. പാകിസ്ഥാൻ എന്തായാലും തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവർക്ക് എങ്ങനെയാണ് സൂപ്പർ 8 അതെ, അതും കൂടി നോക്കണം. എന്തായാലും ഒരു കരുത്തോടെ മുന്നേറാൻ ഇന്ത്യൻ ടീമിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.